സമയം രാവിലെ 7 മണി. ഇപ്പം ഉള്ളത് മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ഒരു സമയത്ത് പ്രകൃതിയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ ഇന്ന് ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല അവസ്ഥ. അതിൻ്റെ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ വഴി പോകുന്ന സമയത്ത് വെറുതെ ഒന്ന് കയറിയതായിരുന്നു. ആ റെയിൽവേ സ്റ്റേഷനാണ് ഇന്ന് ഇലക്ട്രിഫിക്കേഷൻ വർക്കിൻ്റെ ഭാഗമായിട്ട്, അതേപോലെ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭംഗി മുഴുവൻ തന്നെ പോയിരിക്കുകയാണ്. അത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വെറുതെ വന്നതാണ്. ഈ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിലുള്ള അതിമനോഹരമായിട്ടുള്ള റെയിൽവേ ട്രാക്കായിരുന്നു മേലാറ്റൂർ റെയിൽവേ. ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ പാളത്തിലാണ്. ഇതിൻ്റെ ചുറ്റും തൊട്ടടുത്തായിട്ട് തന്നെ ഭീകരമായിട്ട് മരങ്ങളും കാടുകളൊക്കെ ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം ഇവിടെ മുഴുവൻ മരങ്ങളൊക്കെ വെട്ടിയതിൻ്റെ കുറ്റികളും അവശിഷ്ടങ്ങളുമാണ് ഉള്ളത്. ഇവിടെ എന്തോ വലിയ പ്രൊജക്റ്റ് തന്നെ വരാൻ പോവുകയാണ്. ഏകദേശം ഒരു 3 മാസം മുമ്പ് ഞാൻ ഈ വഴി പോയ സമയത്തൊന്ന് ഇവിടെ വന്നായിരുന്നു. അന്ന് കുറച്ച് വീഡിയോസും വിഷ്വൽസും ഒക്കെ എടുത്തിരുന്നു. അത് ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാം. അന്നത്തെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനും ഇന്നത്തെ മേലാറ്റൂരും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. ഇത് കാണുമ്പം ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും മനോഹരമായിട്ടുണ്ടായിരുന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ, റെയിൽവേ പാതയൊക്കെ ഇന്ന് അത്രയും ദുരന്തമായിട്ട് കാണേണ്ടി വരുന്നൊരവസ്ഥ. ഇതിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. വികസനം വരുന്നതൊക്കെ നല്ലതൊക്കെ തന്നെയാണ്. വികസനം കഴിഞ്ഞ് ഇവിടെ മൊത്തം ഡെവലപ്പായതിനു ശേഷം വീണ്ടും പഴയ രീതിയിലോട്ട് ഈ റെയിൽവേ സ്റ്റേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് വളരെ നന്നായിരിക്കും കാഴ്ചക്കാർക്കും നാടിനും ഒക്കെ തന്നെ. ഇങ്ങനെ ഇരുന്ന റെയിൽവേ ട്രാക്കാണ് ഇന്ന്. ഇതിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന മരങ്ങളൊക്കെ ഇവിടെ വെട്ടിമുറിച്ച് സൈഡിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ച എന്തെന്നാൽ ഇവിടുന്ന് മുറിച്ച് വെച്ചിട്ടുള്ള മരങ്ങളൊക്കെ ഇവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട എന്തോ ഒരു സാധനം മിസ് ചെയ്ത് പോയിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ നിന്ന് നമുക്ക് ഇപ്പം തോന്നുന്നത്. കാരണം അത്രക്ക് ഈ ഒരു ഏരിയ നമ്മൾ റീലുകളിലൂടെയും സിനിമയിലൂടെയൊക്കെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഈ സ്ഥലം. ഒരു സമയത്ത് മുഴുവൻ മുഴുവൻ മരങ്ങളായിരുന്ന ഈ ഒരു പ്രദേശമൊക്കെ ഇപ്പം ഒരു JCB, ഒരു ബുൾഡോസർ, ഒരു ലോറി ഒക്കെ ആയിട്ട് മണ്ണെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവിടെ എന്തോ ഒരു വലിയ സംഭവം വരുന്നുണ്ട് എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പഴയ രീതിയിലോട്ട് ഇത് മാറ്റിയാൽ കുറേ കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു.
ഇത് പ്ലാറ്റ്ഫോമിൻ്റെ ഇടത് ഭാഗമാണ്. ഇവിടെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ പ്ലാറ്റ്ഫോമിൻ്റെ വലത് ഭാഗത്താണ് മുഴുവൻ കാടൊക്കെ വെട്ടിത്തെളിച്ച് അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. ഈ ഭാഗം പഴയ ഒരു സ്വാഭാവികത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഈ ചീവടിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ അങ്ങനെ കുത്തിരിക്കാൻ ഭയങ്കര രസമുള്ള പരിപാടിയാണ്. ഇതിനുള്ള അയ്യോ, എന്നാലും അപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് പറ്റിയെന്നുള്ളതാണ് ഭയങ്കരമായിട്ട്. പിന്നെയും അന്ന് വന്ന് ആ ഭാഗം കണ്ടതാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്. ആ ട്രെയിനിൻ്റെ ഒരു വിഷയം കൂടി എടുത്തിട്ട് മെല്ലെ ഇവിടുന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ കുത്തിരിക്കുക. ട്രെയിൻ ലേറ്റാലേ, 7:20 ട്രെയിനാണ്. അപ്പോൾ 7:40 കാത്തു നോക്കുക. അങ്ങനെ മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിറങ്ങാണ്. ഇനിയും ഗുൽമോഹറുകൾ പൊഴിഞ്ഞിട്ടുള്ള ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഭംഗി നമുക്ക് വീണ്ടും അതേപടി തന്നെ കാണാൻ പറ്റിയില്ലെങ്കിലും വേറൊരു രീതിയിൽ കാണാൻ പറ്റട്ടെ. ഇവിടുത്തെ ഇലക്ട്രിഫിക്കേഷൻ വർക്കുകളും റെയിൽവേ സ്റ്റേഷൻ വികസന പരിപാടികളൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇതിൻ്റെ ആ സ്വാഭാവിക ഭംഗി മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ഇവിടെ തിരിച്ചു വരട്ടെ എന്നാണ് ഒരു യാത്രിക എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നുന്നത്. സോ ഇവിടുന്ന് മെല്ലെ ഇറങ്ങാം. ഏതായാലും മേലാറ്റൂർ റെയിൽവേ സ്റ്റേഷൻ അതിൻ്റെ പുതിയ ഭംഗിയിലോട്ട് തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.